സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, BJP ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇന്ന് ക്രിസ്ത്യാനികളുടെ കൂടെ ഇല്ല എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഇവർ ആര് ജയിച്ചു വന്നാലും നമ്മുടെ കൂടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട്, പല കാലഘട്ടങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കാവുന്നൊരു കാര്യം അത് ഇത്രമാത്രമാണ്: ചിലയിടത്ത് ചിലരെ ജയിപ്പിക്കുകയും മറ്റു ചിലയിടത്ത് മറ്റു ചിലരെ ജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വോട്ട് ചെയ്യുന്ന രീതി നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതായത് ചിലയിടത്ത് ചിലരെ ജയിപ്പിക്കണം, ചിലയിടത്ത് ചിലരെ തോൽപ്പിക്കണം, ചിലയിടത്ത് ചിലരുടെ കൂടെ നിൽക്കണം, ചിലയിടത്ത് ചിലരുടെ കൂടെ നിൽക്കാനും പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ വോട്ട് ഇന്ന പാർട്ടിക്ക് മാത്രം ജനിച്ചു മുതൽ മരണം വരെ എന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പാർട്ടിക്കാരും നമ്മുടെ കൂടെ ഇല്ല. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്: ഒരു ലെസ്സർ ഈവളിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓരോ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ജീവിത രീതികളുടെയും പ്രത്യേകത അനുസരിച്ച് വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് ചിലയിടത്ത് ചിലരെ ജയിപ്പിക്കുകയും ചിലയിടത്ത് മറ്റു ചിലരെ ജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി, വോട്ട് ചെയ്യുന്ന രീതി നമുക്ക് സ്വീകരിക്കാം ഇത്തവണ. നമ്മൾ ക്രിസ്ത്യാനികൾ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ എന്താണ്? ഒന്നാമത്, ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് ആ കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുകയും മക്കളെ ജനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്നാണ് ഈ പരസ്പര സ്നേഹവും മക്കളെ ജനിപ്പിക്കുന്നതൊക്കെ ഇല്ലാതായത്, നമ്മൾ വേണ്ടെന്ന് വെച്ചത്, അന്ന് മുതൽ നമ്മുടെ സമുദായം ചെറുതാവാൻ തുടങ്ങി, എണ്ണത്തിൽ കുറയാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം. പ്രസവിക്കാത്തതാണ് ആദ്യത്തെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതായത് ദാമ്പത്യ ജീവിതത്തിലെ പരസ്പര സ്നേഹവും മക്കളെ ജനിപ്പിക്കുക എന്ന ദൗത്യം ചെയ്യാത്തതാണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് അത് സുവിശേഷം പ്രസംഗിക്കാത്തതാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ളതാണ്. അത് പ്രസംഗിക്കാൻ നമ്മൾ എന്ന് മറന്നുപോയോ അന്ന് നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസം കൈമോശപ്പെട്ടു എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് രണ്ട് പ്രാകളാണ് ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമായിട്ട് ഈ വോട്ടിൻ്റെ സമയത്ത് വന്നു നിൽക്കുന്നത്. ഒന്ന്, ദാമ്പത്യ ജീവിതത്തിലെ പരസ്പര സ്നേഹത്തിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാത്തത്, അതായത് പ്രസവിക്കാത്തത്. രണ്ടാമത്, നമ്മൾ വിശ്വാസം സുവിശേഷം പ്രഘോഷിച്ച് പകർന്നു കൊടുക്കാത്തത്. അപ്പോൾ ഈ രണ്ട് പ്രാകളും ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് പ്രാകൾ: പ്രസവിക്കുക, പ്രസംഗിക്കുക. ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായിരെയും പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഇനിയും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സങ്കീർത്തനം 18:1: കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ തിരുസഭ ഐക്യത്തിലേക്ക് തിരികെ വരട്ടെ. നമ്മുടെ തിരുസഭ ഉണരാനിടയാവട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറയട്ടെ. അതിനായി നമുക്ക് മാനസാന്തരപ്പെടാം. സുവിശേഷ മൂല്യങ്ങളിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.